9 കാലാവധി തീരുന്ന SI റാങ്ക് ലിസ്റ്റുകാർക്ക് നിയമന ഉത്തരവ് നൽകാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 43 പേർക്ക് ഉടൻ നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. 2025 ജൂൺ മാസം 9-നാണ് PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. 2026 ജൂൺ 9-ന് ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നടപടി. ഉദ്യോഗാർത്ഥികൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അർഹതപ്പെട്ട ഒരാളുടെയും ജോലി നഷ്ടപ്പെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. ജൂൺ 9-ന് കാലാവധി തീരുന്ന SI റാങ്ക് ലിസ്റ്റുകാർക്ക് നിയമന ഉത്തരവ് നൽകാൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 43 പേർക്ക് ഉടൻ നിയമനം ലഭ്യമാകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2025 ജൂൺ മാസം 9-നാണ് ഇത്തരത്തിൽ PSC നടത്തിയ സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. 2026 ജൂൺ 9 ആകുമ്പോൾ ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇതേ തുടർന്നാണ് കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ അടിയന്തരമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നത്. അർഹതപ്പെട്ട ഒരാളുടെയും ജോലി നഷ്ടപ്പെടില്ല എന്ന് ആഭ്യന്തരമന്ത്രി ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട്. CBSE +2 മൂല്യനിർണ്ണയത്തിനായി ചുമതലപ്പെടുത്തിയ കോ-എംപെറ്റ് കമ്പനിക്ക് കരാർ നൽകാനായി നിബന്ധനകളിൽ മാറ്റം വരുത്തിയെന്ന റിപ്പോർട്ട്. കോ-എംപെറ്റ് കമ്പനിക്ക് കരാർ നൽകാനായി ടെൻഡർ വ്യവസ്ഥയിൽ CBSE പലതവണ മാറ്റം വരുത്തിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കമ്പനികൾക്ക് കരാറിന് അപേക്ഷിക്കാനാവില്ല എന്ന വ്യവസ്ഥയിലടക്കം മാറ്റം വരുത്തിയാണ് ഈ ഒരു വിവരം വരുന്നത്. ആദ്യ 2 തവണയും യോഗ്യരായ കമ്പനികളെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് 3-ാം തവണ കോ-എംപെറ്റിന് യോഗ്യത നേടാനായി സാങ്കേതിക മാനദണ്ഡങ്ങൾ മനഃപൂർവ്വം കുറച്ചു. ഇന്ത്യയിലെ പ്രമുഖ IT കമ്പനികളിലൊന്നായ TCSനെ തഴഞ്ഞാണ് കോ-എംപെറ്റ് കമ്പനിക്ക് കരാർ ലഭിച്ചതെന്നും ആരോപണമുണ്ട്. TCS ടെൻഡറിൽ പങ്കെടുക്കുകയും യോഗ്യത നേടുകയും ചെയ്തിട്ടും അവർക്ക് കരാർ നൽകിയില്ലെന്ന് TCS ഒരു ബുക്ക്ലെറ്റിന്റെ 65 മുതൽ 66 രൂപ നിരക്ക് ആവശ്യപ്പെട്ടപ്പോൾ കോ-എംപെറ്റ് നികുതി ഉൾപ്പെടെ 24.75 രൂപയാണ് ആവശ്യപ്പെട്ടത്. കുറഞ്ഞ തുകയ്ക്ക് കരാർ നൽകിയത് മൂല്യനിർണ്ണയത്തിന്റെ ഗുണനിലവാരത്തെ ബാധിച്ചുവെന്നതാണ് വിമർശനം. കോ-എംപെറ്റ് കമ്പനിക്കായി സാങ്കേതിക മാനദണ്ഡങ്ങളിലും ഇളവുകൾ വരുത്തിയെന്നും ആരോപണമുണ്ട്. CBSE +2 മൂല്യനിർണ്ണയത്തിനായി ചുമതലപ്പെടുത്തിയ കോ-എംപെറ്റ് കമ്പനിക്ക് കരാർ നൽകാനായി നിബന്ധനകളിൽ മാറ്റം വരുത്തിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോ-എംപെറ്റ് കമ്പനിക്ക് കരാർ നൽകാനായി ടെൻഡർ വ്യവസ്ഥകളിൽ CBSE പലതവണ മാറ്റം വരുത്തിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കമ്പനികൾക്ക് കരാറിന് അപേക്ഷിക്കാനാകില്ല എന്ന വ്യവസ്ഥയിലടക്കം മാറ്റം വരുത്തിയെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആദ്യ 2 തവണയും യോഗ്യരായ കമ്പനികളെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് 3-ാം തവണ കോ-എംപെറ്റിന് യോഗ്യത നേടാനായി സാങ്കേതിക മാനദണ്ഡങ്ങൾ മനഃപൂർവ്വം കുറച്ചു. ഇന്ത്യയിലെ പ്രമുഖ IT കമ്പനികളിലൊന്നായ TCSനെ അടക്കം തഴഞ്ഞാണ് കോ-എംപെറ്റ് കമ്പനിക്ക് കരാർ ലഭിച്ചത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. TCS ടെൻഡറിൽ പങ്കെടുക്കുകയും യോഗ്യത നേടുകയും ചെയ്തിട്ടും അവർക്ക് കരാർ നൽകിയില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. ഒരു ബുക്ക്ലെറ്റിന് 65 മുതൽ 66 രൂപ നിരക്ക് ആവശ്യപ്പെട്ടപ്പോൾ TCS ഒരു ബുക്ക്ലെറ്റിന് 65 മുതൽ 66 രൂപ നിരക്ക് ആവശ്യപ്പെട്ടപ്പോൾ കോ-എംപെറ്റ് നികുതി ഉൾപ്പെടെ 24.75 രൂപയാണ് ആവശ്യപ്പെട്ടത്. കുറഞ്ഞ തുകയ്ക്ക് കരാർ നൽകിയത് മൂല്യനിർണ്ണയത്തിന്റെ ഗുണനിലവാരത്തെ ബാധിച്ചുവെന്നതാണ് വിമർശനം. കോ-എംപെറ്റ് കമ്പനിക്കായി സാങ്കേതിക മാനദണ്ഡങ്ങളിലും ഇളവുകൾ വരുത്തിയെന്നും ആരോപണമുണ്ട്.